എല്ലാം ചെയ്തു തന്നിടുന്നു. അന്വേഷിക്കുവിരാദ്യം ദൈവത്തിൻ രാജ്യം എല്ലാ കാരുണ്യങ്ങൾക്കായി എല്ലാം ചെയ്തു തന്നിടുന്നു. എല്ലാം ചെയ്തു തന്നിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് കുറച്ച് സിൻസിയർ ആണെങ്കിലേ ഉടമ്പടി ഇങ്ങനെ പുതിയ പുതിയ സ്നേഹം നമ്മൾ ആദ്യം വായിച്ചല്ലേ വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഏറ്റു പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കണില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഗ്രഹണം സംഭവിക്കും. ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രഹത്തിൻ്റെ മേലെ വേറൊരു ഗ്രഹത്തിന് നിഴൽ വന്നടിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും. എന്താണ്? പ്രകാശം തരത്തില്ല. അപ്പോൾ ഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമ്മളത് അനുഭവിക്കണില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ ഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ദൈവം അവിടെ ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അവസ്ഥ പലരുടെയും. ദൈവമുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ല. ഏതോ ഒരു നിഴല്, പാപത്തിൻ്റെ ഒരു കരിനിഴല് ഇതിൻ്റെ പേര് ഇങ്ങനെ അടിച്ചു മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമുക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയോടെ ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. സകലരും അനുദപിക്കുക, സർവ്വം സമർപ്പിക്കുക. സകലരും അനുദാപിയെ ചേർത്തണയ്ക്ക, അനുഗമിക്ക, ഒരുങ്ങിടുക, ആത്മാവിനാൽ നിറച്ചിടുക. ആഗതനായി വിളിച്ചിടുന്നു, ഈ അനുതാപത്തിനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൗ ടു റിപ്പൻറ്റ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അനുതപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ റിപ്പൻറ്റ് ചെയ്യും? അതും എന്താണ്? അവൻ പറഞ്ഞതുപോലെ അനുദപിക്കണം. അതാണ് വിഷയം. നമുക്കിഷ്ടമുള്ള അനുദപിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് എന്താണ്? കൽപ്പനകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് അനുദപിക്കണമെങ്കിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അനുതാപത്തിൻ്റെ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാവും. അപ്പോൾ ഈ മറ്റൊരു ദൈവം ആരും ആകാം. ജാതികളുടെ ദൈവങ്ങളാണ് തന്നെ ആകണം നിർബന്ധമില്ല. ദൈവസങ്കല്പങ്ങൾ തന്നെ ആകണം നിർബന്ധമില്ല. നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദൈവം. ദൈവത്തെ അല്ലാതെ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് ദൈവമായിട്ട് മാറും. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മറ്റൊരു ദൈവം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കരങ്ങൾ വീശി വീശി പാടാം. ആരാധന
തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സുന്ദരമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. പുറപ്പാട് 23. പുറപ്പാട് 23. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും അത് ദൈവമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അത് കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളറിഞ്ഞ അത് ശരിക്കും ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇടവക പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ പാവത്തങ്ങളുടെ പള്ളിയിൽ പോലും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാര്യം? കാറുള്ളവരെല്ലാം കാറ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അത് ആ മാവിൻ്റെ തൊട്ടിട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മാറ്റിയിടത്തില്ല. ജനത്തിന് ഇടയ്ക്കേണ്ടതിനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറും അത് കൊണ്ടുവന്നിട്ടുള്ള മനസ്സും എല്ലാം വേറൊരു ദൈവത്തെ കൊണ്ട് അവരെ സ്വാധീനപ്പെടുത്തി അതിന് അടിപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മൾ വേറൊരു സ്ഥാനക്കാര്യത്തിൽ ഇപ്പം ചിലർ പള്ളി വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാറില്ല, പള്ളി വരുന്നില്ല. കാലം മാറി. പണ്ടും മുണ്ടില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു 19 കൊല്ലത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് ചേർത്തി പള്ളി വരാത്തത്? ചട്ടയും മുണ്ടില്ലെന്ന് അപ്പം ചട്ടയും മുണ്ടും മേടിച്ചു കൊടുക്കും നമ്മൾ. ഇന്ന് അങ്ങനെയല്ല, കാറില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല. അങ്ങനെ ഉണ്ട്. വണ്ടിയില്ല, പള്ളി വരുന്നില്ല. ബൈക്കാണെങ്കിലും ഇപ്പോൾ വണ്ടിക്ക് വന്ന് നടന്നു വരാൻ പറ്റത്തില്ല. ഇതൊരു മറ്റൊരു ദൈവമായിട്ട് ഈ ബൈക്ക് വർക്കൗട്ട് ചെയ്യും ചില സമയത്ത്. വണ്ടിയില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല. എന്തൊരു ബന്ധമാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇപ്പം ചില പറയത്തില്ലേ, ഉടുത്ത സാരി കഴിച്ചിട്ടിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ബന്ധു കൂട്ടുകാർ പള്ളി വരുന്നില്ല. അവർ വരുന്നില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് കൂട്ടില്ല, ഞാൻ പോയില്ലെന്ന് പറയും. അത്ര റിലേഷനുള്ളൂ. ദൈവത്തിനേക്കാൾ വലുത് കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുകയല്ലേ. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയണത്. മറ്റൊരു ദൈവത്തിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ വിളയാട്ടമാണ്. ഇവരാരും ഉടമ്പടി ചെയ്യാൻ യാതൊരു ബാധ്യതയുമില്ല. ഇവർ ഉടമ്പടി ചെയ്യാൻ അധിക അവകാശമില്ല. ഉടമ്പടി ചെയ്യാൻ എന്താ കാര്യം? അവർ മറ്റൊരു ദൈവത്തെ, അത് ബന്ധുക്കളായിട്ടും സ്വന്തപ്പെട്ട വണ്ടിയായിട്ടും വീടായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ വടി കൊടുത്ത് അടിപടിക്കുന്ന കക്ഷികളാണ്. ദൈവത്തിൻ്റെ അടുത്താണ് ഈ വിട്ടി വർത്താനൊക്കെ പറയണമെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പം തന്നെ കൗണ്ടഡ് ആകത്തില്ലേ? നിങ്ങളൊരു വയസ്സ് ജന്മമായിട്ട് ദൈവം കരുതത്തില്ലേ? മക്കളില്ലാത്തവർ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്നവരും വീട് താമസിക്കുന്നവരും എന്തെങ്കിലും കാര്യങ്ങൾ താമസിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും ഒരു സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ സംഭവം വീടോ നാടോ അല്ലെങ്കിൽ ഈ വീടോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ട് മാറും. അജ്ഞാതമായ അവതാരങ്ങൾ അനുദപിക്കുക എന്ന് പറയുമ്പോൾ ഈ അജ്ഞാത അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാരൽ ഗോഡ്, അത് ഒരിക്കലും അതുമായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികള്, രാജ്യങ്ങള്, ഇടങ്ങള്, വീടുകള് എല്ലാം നിരുപാധികമായി കർത്താവുമായി ജീവിക്കുന്നതിന്റെ പേരില് ഒഴിഞ്ഞു കൊടുക്കുവാൻ എൻ്റെ ആത്മാവിനെ കൃപയുടെ വികാസം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധയമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ചെയ്ത തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഹസ്ബൻഡ് ബിനു,
മക്കൾ കാൻഡിസ്, നോയൽ. ഞങ്ങൾ പൂനെയിൽ കാർമൽ പാരിഷ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. 2023 ഡിസംബർ 28 ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ മോൻ്റെ MBBS പഠനത്തിന് ശേഷം ഞാനും അവനും കൂടി ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുകയും മോൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, മോൻ ഇവിടെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവന് മാതാവിൻ്റെ രൂപമെടുത്ത് പ്രദർശനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ എന്ന് മോനോട് ഞാൻ പറഞ്ഞിരുന്നു. മോനെ, നീ അതുപോലെ പ്രാർത്ഥിക്കണം. അതുപോലെ അവനത് മാതാവിനെ കിട്ടുകയും അതുപോലെ ജോസഫ് അച്ഛൻ്റെ തലയിൽ വെച്ചുള്ള ബ്ലെസ്സിങ്സ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. പിന്നെ ഓഗസ്റ്റിലായിരുന്നു അവൻ്റെ നീറ്റ് PG എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഇവൻ ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്ന് അത്ര ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവന് നീറ്റിന് കിട്ടിയ സ്കോറ് വെച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്, അവൻ ആഗ്രഹിച്ചിരുന്ന ബ്രാഞ്ചിൽ തന്നെ കിട്ടാനായിരുന്നു സാധ്യതയുണ്ടായിരുന്നത്. പിന്നെ നീറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ടായ സമയത്ത് സെൻറ്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പൂനെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാൺ ഡയോസിസിലെ ബിഷപ്പിൻ്റെ ലെറ്ററും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുമായിട്ടാണ് സെൻറ്റ് ജോൺസിൽ വരേണ്ടിയിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവൻ സെൻറ്റ് ജോൺസിൽ വരികയും ആ വന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവന് വന്ന് എന്നോട് പറഞ്ഞു, അമ്മ, ആ കോളേജ് നല്ലതാണ്, എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. പിന്നീട് ഞങ്ങളപ്പം സെൻറ്റ് ജോൺസ് എന്ന് എപ്പോഴും മനസ്സിൽ കരുതി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റൗണ്ട് 1 കൗൺസിലിംഗ് തുടങ്ങി. ആ സമയത്ത് നമുക്ക് മനസ്സിലായി സൈക്കാട്രി ബ്രാഞ്ചിലോട്ട് ഞങ്ങൾ കാറ്റഗറി 3 ആണ്. കാറ്റഗറി 1 ഒരു സീറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർക്കുള്ള സീറ്റാണ്, അവർ ഡോക്ടറാണെങ്കിൽ അവർക്കുള്ളത്. കാറ്റഗറി 2 3 സീറ്റ് സെൻറ്റ് ജോൺസിൽ പഠിച്ചിട്ടുള്ള MBBS അവിടെ നിന്ന് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർക്കാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി 3 ആണ്, ഞങ്ങൾക്ക് സീറ്റൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് തന്നെ ഞാൻ ലൈറ്റ് എ ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് പൂർത്തിയാകാനായിട്ട് ചില ചലഞ്ചായിട്ട് എനിക്കൊരു സാഹചര്യം ഒരുക്കി തരികയുണ്ടായി. ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നൊരു യൂട്യൂബറാണ്. എനിക്ക് ഏകദേശം 41,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനലിൽ. ഒരു നവംബർ 11 ഞാൻ എൻ്റെ ചാനലിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആദ്യത്തെ വീഡിയോ. അതിനുശേഷം 4 മണിയായപ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4:15 ആയപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ സൊസൈറ്റിയിലൊരു ആൻറ്റി വന്ന് പറഞ്ഞു, നിഷ, എന്തോ നിൻ്റെ വീഡിയോ ചാനലിൽ പറ്റിയിട്ടുണ്ട്, സം വിയേർഡ് മെസ്സേജ് വരുന്നുണ്ട് എന്ന് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റായി. പ്രത്യേകിച്ചൊരു റീസണും എനിക്ക് മനസ്സിലായില്ല, ചാനൽ ടെർമിനേറ്റായി. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, മോൻ മെസ്സേജ് നോക്കിയിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ മെയിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അമ്മയുടെ ചാനൽ ടെർമിനേറ്റായി പോയിട്ടുണ്ട്, അവിടെ നിന്നൊരു മെസ്സേജ് വന്നു അപ്പീൽ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ അപ്പീൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ ചാനലിന് ഞങ്ങൾ ചെക്ക് ചെയ്തു, ടെർമിനേറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല, ഞാൻ വേറൊരു ചാനൽ തുടങ്ങാം. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ തുടങ്ങിയാലും ഇങ്ങനൊരു മിസ്റ്റേക്കിൽ അവർ എൻ്റെ ഫേസ് ID ഒക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വീഴ്ച വന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് തരാനുള്ള അനുഗ്രഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടായിരിക്കാം ഇങ്ങനെയൊരു ചലഞ്ച് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിലിനി ഉടമ്പടിയിലെ കുറേ പത്രങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ആ പത്രം എല്ലാം എടുത്ത് അതിനകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും അതുപോലെ തന്നെ തൈലമൊക്കെ പുരട്ടിയിട്ട് പത്രം എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഞാനും മോനും കൂടി അവിടെ, ഞാൻ ഇതുവരെ പോകാത്ത, പൂനെ താമസിച്ചിട്ട് 22 വർഷമായി, പക്ഷേ ഒരിക്കൽ പോലും പോകാത്തൊരു പള്ളിയുണ്ട് അവിടെ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു മാസമുണ്ട്. ഞാനും ഇവനും കൂടി പോയി അവിടെ പത്രമൊക്കെ കൊടുത്തു, അവൻ്റെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുത്തു തീർത്തു. കുർബാനയും കൂടി. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഉടമ്പടി ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ നിനക്ക് റിക്കവറാക്കി തന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിടികിട്ടി, ഈ പത്രം കൊടുക്കാതെ എന്നെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മാതാവിന്
ഞാൻ അകന്നു പോയെന്നു തോന്നുന്നതും അത് ഈശോയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് തരുന്നതെന്ന് മനസ്സിലായി. ഞാൻ പിന്നീട് ആ പത്രം എല്ലാമായിട്ട് പിന്നീടുള്ള സൺഡേകൾ ഞാനും മോനും കൂടി അടുത്ത ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്ത കുറച്ച് പള്ളികളുണ്ട് അവിടെ. ആ പള്ളിയിലെല്ലാം പോകുന്നു. ചിലപ്പം 1, 2, 3 കുർബാനയൊക്കെ കണ്ട ദിവസമുണ്ട്. പത്രം എല്ലാം കൊടുത്ത് തീർത്തു. അങ്ങനെ രണ്ടാമത് ഇവരുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കാറ്റഗറി 2-ലെ 3 സീറ്റിലും അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ സീറ്റ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ ഡിസംബർ 14-ാം തീയതി ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കർണാടക എൻട്രൻസ് അതോറിറ്റിയിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വരണം. ആ സമയത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അത് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിസംബർ 16-ാം തീയതിയിലെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വേർഡ്സ് എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്കായി. അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മാത്യു 7:9, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവരുണ്ടോ, അതുപോലെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾക്ക് മാതാവിനോട് ചോദിക്കുന്ന എല്ലാ അനുഗ്രഹവും തരും. നിങ്ങളുടെ ഉടമ്പടിയിൽ എന്ത് വെച്ചിട്ട് നിയോഗം നിങ്ങൾക്ക് സാധിച്ചു തരും. അപ്പോൾ എനിക്കത് ഒത്തിരി എനിക്ക് തോന്നി, എനിക്കുള്ള മെസ്സേജായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് കേട്ടോ, ഇത് നമുക്ക് ചിലപ്പോൾ ഉള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ മോൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മ, ഞാൻ മാതാവിനോട് ഈശോയോടും പറയുന്നുണ്ട് എനിക്കൊരു സീറ്റ് കിട്ടണേ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം വെച്ചാൽ അവൻ നിരാശയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വിശ്വാസം തകർന്നു പോവുകയാണെങ്കിൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി. കുഴപ്പമില്ല, ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു, റൗണ്ട് 2-ൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. അതുവഴി ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് മാംഗ്ലൂരാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 25-ആണ്. അപ്പോൾ ഞങ്ങൾ 22-ാം തീയതി പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിൽ വരികയാണ്. ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കുകയും വേണം, മറ്റേ കോളേജ് ജോയിൻ ചെയ്യുകയും വേണം ഇൻ കേസ് ബാംഗ്ലൂർ കിട്ടിയില്ല എങ്കിൽ. പക്ഷേ 23-ാം തീയതിയിലെ ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് 12 മണിക്കാണ് ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും മാതാവിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാറി. കാരണം കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് മാതാവ് തന്നു എന്ന് ഉറപ്പായി വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഗിസ് ഗ്രേസ് എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവനെ അതിനുശേഷം അവിടെ MDക്ക് സൈക്കാട്രിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അപ്പോൾ ഇതിലേക്ക് വരുത്താൻ വേണ്ടി മാതാവ് ഞങ്ങളെ തയ്യാറാക്കിയ വിധവും അതൊക്കെ ഒത്തിരി ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന കുറവുകളെ മനസ്സിലാക്കി തരാനും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യാനും സാധിച്ചു. അപ്പം ഞാൻ അന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ പോയ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകമായിട്ട് ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത്, അതുപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഫാസ്റ്റ്, അതായത് നോൺ വെജ് അതുപോലെയുള്ളൊന്നും കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങളെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളും, ഞങ്ങൾ എവിടെയാണോ കുർബാനയ്ക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നതിലൊക്കെ ഉള്ള കുറവുകൾ മാറ്റിക്കൊണ്ട് ആ ഒരു മാസക്കാലം വളരെ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇന്ന പോലെ ചെയ്യുന്നു പറയുന്നു തരുന്നതായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നു തീരുമാനിച്ച സമയത്ത് തന്നെ എനിക്കൊരു അലർജി രോഗമുണ്ടായിരുന്നു. ഏകദേശം 35 വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളം പൈപ്പ് തുറന്ന് പാത്രം കഴുകുകയൊക്കെ ചെയ്ത് അപ്പത്തൊരു തുമ്മാൻ തുടങ്ങും. അതുപോലെ ഫ്രിഡ്ജ് തുറന്ന് എന്നും എടുക്കാൻ പറ്റത്തില്ല. കുറേ എല്ലാ ദിവസവും ഞാൻ അലറി ഡി എന്നൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അത് ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഞാൻ പോലും അറിയാതെയാണ് എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം മാതാവ് തന്നത്. അതായിരുന്നു എനിക്ക് ആദ്യമുണ്ടായ ഒരു രോഗസൗഖ്യം. 5 വർഷമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ആ ഒരു അലർജി പ്രോബ്ലം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നു. പത്രം ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ പള്ളികളിലായിരിക്കത്തില്ല ഇപ്പം കൊടുക്കുന്നത്, പുറത്തുള്ള പള്ളികളിലാണ് കൊണ്ടു കൊടുക്കുക. അത് ചിലപ്പം ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവുമായിട്ടാണ് പോകുന്നത്. അവിടെ പല പള്ളികളിലും കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുക, ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കേൾക്കുന്നത് സ്റ്റാറ്റസ് ഇടാറും ഷെയർ ചെയ്യാറുമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ ആദ്യ വെള്ളിയാഴ്ചയാണ് കുമ്പസാരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിൽ എല്ലാ സൺഡേയും മാസിന് പോകുന്നു. കഴിയുന്നതും ഞങ്ങൾക്ക് ഈവനിങ്ങിലാണ് ഒരു ദിവസം മാസം ഉള്ളത്, അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ പോവാറുണ്ട്.
പിന്നീട് ബൈബിൾ വായന, അതുപോലെ തന്നെ ജപമാലയാണ് ഏറ്റവും കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളത്. My name is Noel. I have truly been blessed by this miracle in my life. Just like Father Joseph keeps saying, not by merit but by grace. I feel my life is truly a testament for the things that have happened in the last 1 year. I could not have expected anything of that sort. I would like to take this opportunity to thank our Lord Jesus Christ and Blessed Mother Mary for all the blessings that me and my family have received. ഈ ഒരു അനുഗ്രഹം നൽകി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാകാൻ അവസരം നൽകിയ മാതാവിനും തിരുകുമാരനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷി ഇവിടെ നിർത്തുന്നു. जय यीशु। मेरा नाम शीजा पीटर, मैं नवी मुंबई से हूँ और ये मेरे हस्बैंड सिजोमोन जोसेफ केरला से हैं। मैंने अपना पहला कवेनेंट लिया था 29 अक्टूबर 2023 को और मैं महाराष्ट्र में ही सेटल्ड हूँ। मैंने कृपासनम रैली के बारे में पहली बार सुना था 26 अक्टूबर 2019 में। हमारे ही पैरिश के एक ब्रदर रोजन, उनके थ्रू सुना था, लेकिन उस वक्त मैं उस रैली का हिस्सा नहीं हो पाई थी, इसीलिए मैंने अपना ऑफरिंग उनको समर्पित किया था और उनसे प्रार्थना करने के लिए कहा था हमारे शादी के लिए, क्योंकि एज थोड़ा ज़्यादा हो गया था। और मैंने घर से ही प्रार्थना की थी और 1 साल के अंदर ही 17 अक्टूबर 2020 को मुझे इनका कॉल आता है और 3 महीने में हमारी शादी फाइनल हो जाती है। इसके लिए मैं प्रभु यीशु और मम्मा मैरी का धन्यवाद करती हूँ तहे दिल से, इतने अच्छे हस्बैंड को देने के लिए। और मैंने फैसला किया था कि मैं उड़म्बड़ी लूँगी और इसीलिए 2023 अक्टूबर में मैंने अपना पहला उड़म्बड़ी लिया, विधान लिया। और उस वक्त मैंने प्रार्थना की थी कि जो मेरे केरला में जो प्रॉपर्टी है, जो लैंड है, वहाँ पे जो आजू बाजू में रहने वाले पड़ोसी है वो काफ़ी परेशान करते थे, डिस्टर्बेंस कॉल्स आते थे, कुछ ना कुछ प्रॉब्लम्स है वहाँ पे, क्लियर करो, घास का प्रॉब्लम है, ऐसे काफ़ी प्रॉब्लम्स थे। लेकिन यहाँ पे प्रार्थना करने के बाद यहाँ का उड़म्बड़ी कृपासनम सॉल्ट वहाँ पे स्प्रिंकल करने के बाद और होली वाटर भी स्प्रिंकल करने के बाद जो बॉर्डर्स में मैंने किया था, उसके बाद में 2 साल से मुझे कोई परेशानी नहीं हो रही है, उनके कोई डिस्टर्बेंस कॉल्स नहीं आते हैं। इसके अलावा तीसरा जो मेरा टेस्टिमनी फुलफ़िल हुआ है वो है इन लॉज के साथ में कुछ कॉन्फ्लिक्ट्स मिसअंडरस्टैंडिंग्स थे, उनको सॉल्व करने के लिए उनको मैंने यहाँ का हनी और सॉल्ट दिया था और अभी कोई भी इश्यूज़ नहीं है, सब लोग प्रॉपर्ली बात करते हैं, गुड टर्म्स में हैं। इसके अलावा जो है मुंबई के प्रॉपर्टी के हायरशिप प्रोसीजर और केरला के जो लैंड का प्रॉपर्टी डॉक्यूमेंट्स ट्रांसफ़र के लिए जब हमने अप्लाई किया था, वो प्रोसीजर जो है सिंपल तरीके से बिना किसी इश्यूज़ के, बिना कोई हैसल के स्मूथली एंड इन अ स्विफ्ट मैनर फुलफ़िल हो गया। और लास्ट बट नॉट द लीस्ट मैं कहूँगी कि मैंने एक्चुअली उड़म्बड़ी लेने के कुछ हफ्ते बाद जो है एक छोटा सा गोल्ड परचेज़ किया था, वहाँ पे एनिवर्सरी ऑफ़र होने की वजह से 2 कूपन्स उस वक्त मुझे नसीब हुए थे और उसमें से जो है एक स्पॉट ऑफ़र था जहाँ पे इंस्टेंट कैशबैक डिस्काउंट करके उन्होंने तभी बिल में रिड्यूस करके दिया और दूसरा जो है कहा था कि अगले महीने में लकी ड्रॉ निकाला जाएगा। उसमें मुझे कोई होप नहीं था और टू माय सरप्राइज़ उसमें भी मुझे अगले महीने में कॉल आते हैं और मुझे बताया गया कि उसमें मुझे 2 ग्राम गोल्ड जो है
मैंने जीता है वो आके कलेक्ट कर सकते हैं, और वो भी मुझे 8 दिसंबर 2023 को दिया गया था। विथ रिगार्ड्स टू एक्ट्स ऑफ मर्सी, जब भी पॉसिबल हुआ है चंदा, किसी भी तरह का फूड या ग्रेन्स या फिर जो भी ओल्ड कपड़े हैं जो मैं यूज़ नहीं करती, उसका मैंने वितरण किया है जो भी ज़रूरतमंद है उनको। और एज अ पार्ट ऑफ लीजन ऑफ मेरी, हम जो उम्र में बड़े हैं, जो बीमार हैं, जो घर से बाहर नहीं निकलते, उनसे मिलने के लिए जाते हैं। और साल में एक बार कोई इंस्टीट्यूट, एड्स इंस्टीट्यूट या फिर कोई ऑर्फनेज, वहाँ पे जाके लोगों को मिलते हैं। और अभी रिसेंटली ही रेसिडेंशियल रिट्रीट्स भी मैंने स्टार्ट किया है विज़िट करना, और जो है कृपासनम के न्यूज़लेटर उसका वितरण भी करती हूँ। और जैसा कि स्पिरिचुअल वर्क कहा गया है, सुबह 5:30 को अर्ली मॉर्निंग प्रेयर, इवनिंग प्रेयर, आधे घंटे के लिए जो बाइबल रीडिंग है वो भी प्रॉपरली कवनेंट के टाइम कंप्लीट करते हैं। मैं माता मरियम और प्रभु यीशु का धन्यवाद करती हूँ, उनको कोटि कोटि प्रणाम करती हूँ। उन्होंने जितने भी आशीर्वाद दिए हैं और हमेशा मेरा हाथ पकड़कर मुझे सही रास्ता दिखाया है, और चाहूँगी कि वो हमेशा इसी तरह से मुझे सही रास्ता दिखाते रहें। धन्यवाद। आवे मारिया।